മറ്റു ടോപ്പിക്കുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ സംഖ്യകളുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ സോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറ്. മുകളിൽ നമ്മൾ എഴുതിയത് ആരെയായിരുന്നു? 10ന്റെ ഘടകങ്ങളായിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയ ആരായിരുന്നു? 6ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുകയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നല്ല ചോദ്യം കേട്ടോ. 249 പൂജ്യങ്ങൾ ഉണ്ടാവും. ഏതുവരെ? 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളെ എന്ത് ചെയ്താൽ ഗുണിച്ചെഴുതിയാൽ അതിന്റെ വലതുഭാഗത്ത് കിട്ടുന്ന പൂജ്യങ്ങളുടെ എണ്ണം 249. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 120. അവയുടെ വർഗങ്ങളുടെ തുക 289. സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിക്കുക. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സൂപ്പർ 6 ചലഞ്ച് ആരംഭിക്കുകയാണ്. LPSI UPSI പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള കുറേ അധികം ടോപ്പിക്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ടോപ്പിക്ക് സാംഖ്യകം എന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാംഖ്യകം എന്നാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. ഇത് എന്താണ് സംഭവം? പലരും പല സ്ഥലത്ത് സെർച്ച് ചെയ്യാറുണ്ട്, അല്ലെ? പലരോടും ചോദിക്കാറുണ്ട്. എന്നാൽ സാംഖ്യകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഖ്യയെ സംബന്ധിക്കുന്ന എന്ത് ചോദ്യവും ഈ ഭാഗത്ത് നിന്ന് വരാം എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സംഖ്യകളെ കുറിച്ചല്ലേ പഠിക്കുന്നത്? ആണ്. ആ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് പല ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളെ കണക്ട് ഇപ്പൊ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ്, ഭിന്നസംഖ്യകൾ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ ആ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സാംഖ്യകം എന്ന് പറയുന്ന ഭാഗത്ത് കാണാറുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയാറില്ലേ, അത് തന്നെയാണ് സംഭവം. സംഖ്യകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഖ്യകളുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകളുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദ്യവും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാം. അതാണ് ഈ സാംഖ്യകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ടോപ്പിക്കിന്റെ ടൈറ്റിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എന്താണെന്ന് അറിയാതെ വലിച്ചുവാരി പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഓർക്കുക, ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ടോപ്പിക്കിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം പഠിക്കാനില്ല. മറ്റു ടോപ്പിക്കുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ സംഖ്യകളുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ സോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറ്. മിക്കവാറും നമ്മുടെ പരീക്ഷകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണ്. ഈ ചോദ്യങ്ങളോടൊപ്പം ഇവിടെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്ത ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരീക്ഷ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യുക, പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യുക. പരീക്ഷയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ ആണേ? യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് നോക്കുന്നത്? ന്യൂമറിക്കൽ എബിലിറ്റി ആണ്, സംഖ്യകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: തന്നിട്ടുള്ളവയിൽ കാപ്രേക്കർ സ്ഥിരസംഖ്യ ഏതാണ്? കാപ്രേക്കർ സ്ഥിരസംഖ്യ, അല്ലെ? നമ്മളിപ്പോ രാമാനുജൻ സംഖ്യ എന്നൊക്കെ കേൾക്കുന്ന പോലെ കാപ്രേക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള നമ്പറാണ്. ഈ നമ്പറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ കുറിച്ച് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പരിശോധിക്കുമ്പോൾ അതിനകത്ത് 2 യൂണിറ്റ്സ് നമുക്ക് സംഖ്യകളെ കുറിച്ച് കിട്ടുന്നുണ്ട്. അതിൽ 2 യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കി വെക്കുക. അത് നമുക്ക് ഈ സാംഖ്യകമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്ന നമ്പർ ഏത് കേട്ടോ? മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നത് കാരണം. അപ്പൊ ആ സംഖ്യ ഏത് അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഏത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. അതേതാണ്? 6174 ആണ്. 6174 കേട്ടോ. ആ സംഖ്യയുടെ പ്രത്യേകത എന്താണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ആ കാര്യങ്ങളെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അതൊന്നും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല, ജസ്റ്റ് ചോദ്യം ചെയ്യുന്നു എന്നുള്ളൂ. നമ്പർ ഏതാണ്? 6174. ഈ 6174 എന്നിങ്ങനെയുള്ള ഡിജിറ്റ് തന്നെയാണ് താഴേക്കും മുകളിലേക്കും എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ നമ്പർ പഠിച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ കാപ്രേക്കർ സ്ഥിരസംഖ്യ ഡെവലപ്പ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരാളില്ല, അത് ഐഡന്റിഫൈ ചെയ്തത്, ആ ഒരു സംഖ്യയുടെ സ്വഭാവം ഐഡന്റിഫൈ ചെയ്തത് കാപ്രേക്കർ എന്ന് പറയുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സംഖ്യ അറിയപ്പെടുന്നത്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്തോ. എന്താണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ? ഓക്കെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത്? രാമാനുജൻ സംഖ്യയെ കുറിച്ചുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് രാമാനുജൻ സംഖ്യ എന്ന് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? എന്നാൽ ഈ തന്നിട്ടുള്ളതിൽ രാമാനുജൻ സംഖ്യ അല്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെ?
രാമാനുജൻ സംഖ്യ എന്ന് വെച്ചാൽ എന്താ? രാമാനുജനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കഥ തന്നെ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ രാമാനുജൻ സംഖ്യ എന്താണ് എന്ന് വെച്ചാൽ രണ്ട് വ്യത്യസ്തങ്ങളായ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായിട്ട് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എന്ത്? രാമാനുജൻ സംഖ്യ അല്ലെ? അപ്പൊ അതൊന്നും നമുക്ക് അറിയണ്ട. ഈ ഒരു 3 ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് രാമാനുജൻ സംഖ്യ എന്താണെന്നുള്ള ഐഡിയ കിട്ടും അല്ലെ? ഇതിൽ രാമാനുജൻ സംഖ്യ ആരാണെന്ന് വെച്ചാൽ 1729 ആണ്. 1729 നമുക്ക് എന്ത് വിളിക്കാം? രാമാനുജൻ സംഖ്യ എന്ന് വിളിക്കാം. അതിന്റെ പ്രത്യേകതയാണ് 12 1 കണ്ടോ? 12നെ 1ന്റെയും ക്യൂബ് എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് 1729 കിട്ടും. അതുകൊണ്ട് ഇതെന്ത് തന്നെയാണ്? രാമാനുജൻ സംഖ്യ തന്നെയാണ്. അതുപോലെ 10ന്റെ ക്യൂബും 9ന്റെ ക്യൂബും കൂടെ കൂട്ടിയാലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഈ പറയുന്ന 1729 തന്നെ കിട്ടും. അപ്പൊ ഈ പറയുന്ന 3 സംഖ്യകളില്ലേ, ആദ്യത്തെ 3 ഓപ്ഷൻസ്, ഇവര് 3 പേരും എന്ത് തന്നെയാണ്? രാമാനുജൻ സംഖ്യ തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ വരാത്ത ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ 1728. പിടികിട്ടിയോ? ഓക്കെ ആണേ. അപ്പൊ രാമാനുജൻ സംഖ്യ എന്താണ്? രാമാനുജൻ സംഖ്യയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന 3 മെത്തേഡ്സ് ഇത് തന്നെയാണ് രാമാനുജൻ സംഖ്യയുടെ കഥയും. വ്യത്യസ്തങ്ങളായ 2 ജോഡി സംഖ്യകൾ എടുത്തിട്ട് അവരുടെ ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1729 കിട്ടുന്നുണ്ട്. അപ്പൊ ആ സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് രാമാനുജൻ സംഖ്യ. മറ്റൊരു ചോദ്യം, 10840 മുതൽ 10871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? പിടികിട്ടിയോ? ഇതൊരു നമ്പർ സീരീസ് ആയിട്ട് എഴുതിയാൽ 10840, 10841, 10842 അങ്ങനെ 10871 വരെ നമ്മൾ എഴുതിയാൽ ആ ഒരു സീരീസിൽ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സീരീസിൽ എത്ര സംഖ്യകളുണ്ട് എന്നാണ് അല്ലെ? ഇത് ഒരുപാട് പേർക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 40 മുതൽ 71 വരെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 71 40 വരെയുള്ള ആ ഒരു വ്യത്യാസം മാത്രം എടുത്ത് പലരും ചെയ്യാറുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ ഒരു വ്യത്യാസം എടുത്ത് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റും. നമ്മളോട് ചോദിക്കുകയാണ് 0 മുതൽ 9 വരെ എത്ര അക്കങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സംഖ്യകളുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 9 എന്ന് പറയോ? ഇല്ല, 10 എന്ന് പറയും. എന്നാൽ ആ ഒരു ചോദ്യം 0 മുതൽ 10 വരെ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 11 എന്ന് പറയാറുണ്ട്. എന്നാൽ അതുപോലെ 0 മുതൽ 11 വരെ എത്രന്ന് വെച്ചാൽ 12 അങ്ങനെ പറയാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. 10840 മുതൽ 10871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ആകെ എത്ര പേരാണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇനി തെറ്റരുത് കേട്ടോ. 31 എന്ന് എഴുതരുത്, 30 ഒന്നും എഴുതരുത്. അതിന്റെ ആൻസർ 32 എന്ന് എഴുതണം. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മൊത്തം നമ്പർ എടുക്കണമെന്നില്ല. 840 871 അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര ഉള്ളൂ? 71 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് 40 എന്ന് പറയുന്ന സംഖ്യ കുറയ്ക്കുക. 71ൽ നിന്ന് 40 കുറയ്ക്കുക. എന്നിട്ട് ഈ കുറച്ച് കിട്ടുന്ന റിസൾട്ട് ഇല്ലേ, ഇതിനോട് 1 ആഡ് ചെയ്യുക അല്ലെ? 71 40 പോയാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 31 ആണ്. 31നോട് 1 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 32 എന്നാണ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ എത്ര സംഖ്യകൾ അവിടെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ 32 സംഖ്യകൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ആകെ എത്ര സംഖ്യകൾ ഉണ്ടാവും? 32. തെറ്റരുത്. ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഇനി തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്പർ മാറി വരാം. അപ്പൊ എന്ത് ചെയ്യാ? അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, മുകളിലുള്ള സംഖ്യയും താഴെയുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ഒരു 1 കൂട്ടി എഴുതുക. ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം, ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ 2 അക്ക സംഖ്യകൾ എത്രയെണ്ണം? ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ 2 അക്ക സംഖ്യകൾ എത്രയെണ്ണം? ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും അല്ലെ? 2 അക്ക സംഖ്യകൾ എന്ന് വെച്ചാൽ ആരാ? 2 അക്കങ്ങൾ മാത്രമുള്ള സംഖ്യകൾ ആരാ? പറഞ്ഞടാ. 10ൽ തുടങ്ങും അല്ലെ? യെസ്. പിന്നെ ആര് വരുന്നുണ്ട്? 11 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്. ഇങ്ങനെ ഏത് വരെയാണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ 2 അക്ക സംഖ്യകൾ ഏത് വരെ ഉണ്ടാവും? 99 വരെ ഉണ്ടാവും അല്ലെ? ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം. ഘടകങ്ങളുടെ എണ്ണം എങ്ങനെ വരണം? ഒറ്റ സംഖ്യ വരണം. എന്ന് വെച്ചാൽ ഘടകങ്ങളുടെ എണ്ണം 1 വരാം, 3 വരാം, 5 വരാം, 7 വരാം, 9 വരാം. അങ്ങനെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ മാത്രമായി വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ടെൻഷൻ ആവും അല്ലെ?
10 മുതൽ 99 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങൾ എഴുതി നോക്കിയിട്ട് അതിനകത്ത് ഒറ്റ സംഖ്യ വരുന്ന എഴുതേണ്ടി വരുമോ? അങ്ങനല്ല. ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായിട്ട് വരുന്നത് ഏത് തരം സംഖ്യകളിലാണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായിട്ട് വരുന്നത് ഏത് തരം സംഖ്യകളിലാണെന്നറിയോ? അത് പൂർണ്ണവർഗ സംഖ്യകളിലാണ്. ഏതിലാണ്? പൂർണ്ണവർഗ സംഖ്യകളിലാണ്. അല്ലെ? പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് വെച്ചാൽ ആരാ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അല്ലെ? അപ്പൊ 10 മുതൽ 99 വരെ എടുക്കുമ്പം ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളെ മാത്രം ഒന്ന് നോക്കിയടാ. 10 മുതൽ മുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 16. 16ന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കും. 16 കഴിഞ്ഞ് അടുത്ത ആരാ വരിക? 25. അത് കഴിഞ്ഞ് വരുന്നത് 36. അത് കഴിഞ്ഞ് വരുന്നത് 49. അത് കഴിഞ്ഞ് വരുന്നത് 64. അത് കഴിഞ്ഞ് ആരാ വരിക? 81. കണ്ടോ? പിടികിട്ടിയോ? ഏത് വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് നമുക്ക് രണ്ടക്ക സംഖ്യകളുടെ കൂട്ടത്തിൽ വരുന്നത്? 4ന്റെ സ്ക്വയർ മുതൽ 9ന്റെ സ്ക്വയർ വരെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒറ്റ സംഖ്യയായ അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായിട്ടുള്ള രണ്ടക്ക സംഖ്യകൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഇവർ എത്രയും പേരെ മാത്രം എടുത്താൽ മതി. 16, 25, 36, 49, 64, 81. എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പൊ ഈ ഒരു സ്വഭാവമുള്ള സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 6. അത് മാത്രം നമ്മൾ എഴുതിയാൽ മതി, വേറെ ഒന്നും ഇവിടെ ആലോചിക്കാനില്ല. ഓക്കെ ആണേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 6 ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യണ്ട? എല്ലാ സംഖ്യകളെയും കൂടെ എടുത്തെഴുതണോ? ഒരാവശ്യമില്ല. ഇതിന്റെ സ്വഭാവം മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓർത്താൽ മതി 16 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ആരൊക്കെയാണ്? 16ന് ആരൊക്കെയാ ഘടകങ്ങൾ ഉള്ളത്? 1 വരും, 2 വരും, 4 വരും, 8 വരും, അല്ലെ? പിന്നെ ആര് വരും? 16 വരും. ഇപ്പൊ എത്ര പേരുണ്ട് ഇതിനകത്ത്? 16ന്റെ ഘടകങ്ങൾ 5 പേര് അല്ലെ? ഇപ്പൊ 25ന്റെ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ വരും? 1 വരും, അതുപോലെ 5 വരും, അതുപോലെ 25. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല, 3 വരുമെന്നില്ല. ഇതുപോലെ തന്നെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ സംഖ്യകളുടെ എന്തെടുത്ത് നോക്കിയാൽ ഘടകങ്ങളുടെ എണ്ണം നോക്കിയാൽ അത് ഉറപ്പായിട്ടും ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. ഒരു സംശയവും വേണ്ട. ഓക്കെ അല്ലേ? നല്ലൊരു ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആകുന്നത്. ഇവിടെ തന്നെ അതങ്ങ് നോട്ട് ചെയ്ത് പോവാ. ഒറ്റ സംഖ്യയായിട്ട് ഘടകങ്ങളുടെ എണ്ണം വരുന്നത് ഏത് കേസിൽ മാത്രമേ ഉള്ളൂ? അത് പൂർണ്ണവർഗ സംഖ്യകളിൽ മാത്രമേ ഉള്ളൂ. അല്ലെ? പൂർണ്ണ വർഗ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മളോട് താഴെ തന്നിട്ടുള്ളവയിൽ ഒറ്റയാനാര് അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായ സംഖ്യ ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഒറ്റ സംഖ്യയായിട്ട് ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായിട്ട് വരുന്നത് എവിടെ മാത്രമേ ഉണ്ടാവാറുള്ളൂ? പൂർണ്ണവർഗ സംഖ്യകളിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം. 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത്? 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത്? ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷൻ ആവോ? ആവേണ്ട ഒരു കാര്യമില്ല, ആലോചിക്കുക. 10 എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 10ന്റെ ഒരു ഘടകമാണ്, 2 ഘടകമാണ്, അതുപോലെ ആര് വരുന്നുണ്ട്? 5 വരുന്നുണ്ട്, അതുപോലെ ആരും വരുന്നുണ്ട്? 10ഉം വരുന്നുണ്ട്. ഓക്കെ, ഇവരുടെ വിൽക്രമങ്ങളുടെ തുക എഴുതാമോ എന്ന് വെച്ചാൽ ഇവരുടെ റെസിപ്രോക്കൽ എടുക്കുക എന്നിട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? ഇവരെങ്ങനെയാണ് റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്യേണ്ടത്? 10ന്റെ റെസിപ്രോക്കൽ 1/10, 5ന്റേത് ആരാണ്? 1/5 ആണ് അല്ലെ? 2ന്റേത് എത്രയാണ്? 1/2 ആണ്. അതുപോലെ 1ന്റേത് എത്രയാണ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് തന്നെ 1 തന്നെ എഴുതാനുള്ളൂ കേട്ടോ. റെസിപ്രോക്കൽ ഏത് തന്നെയാണ്? 1. ഇവരുടെ തുക എന്താണ് എന്നാണ് അല്ലെ? അപ്പൊ ഈ ഭിന്നസംഖ്യകൾ തന്നിട്ടുള്ള 3 ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുക, ഒന്നതിലേക്ക് കൂട്ടുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. പകരം നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഈ തന്നിട്ടുള്ള 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം. ഘടകങ്ങൾ ആരൊക്കെ എന്ന് എഴുതുക. അറിയാലോ 10ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? 1, 2, 5, 10. ഓക്കെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഘടകങ്ങളുടെ തുക ഒന്ന് എടുക്കുക. 1, 2, 5, 10 ഈ സംഖ്യകളുടെ എല്ലാം എന്തെടുക്കുക? തുക എടുക്കുക. ഇവരുടെ തുക എത്രയാ? 18. ഇതവണ എഴുതുക.
എന്നിട്ട് ഏത് സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്? 10 അല്ലേ? 10ന്റെ ഘടകങ്ങളല്ലേ? ഈ 10നെ ജസ്റ്റ് അതിന്റെ താഴെ എഴുതുക. ഇതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും നിങ്ങളിത് കൂട്ടി വെറുതെ സമയം കളയരുത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സമയം ലാഭിക്കാനായിട്ട് മാത്രം തരുന്നതാണ്. അവിടെ കൊണ്ടുപോയി സമയം കളയരുത്. ജസ്റ്റ് ഘടകങ്ങൾ എടുത്തെഴുതുക. ആ ഘടകങ്ങളെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഏതാണോ നമ്പർ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18/10 ആണ് ഇവിടുത്തെ ആൻസർ. ഇതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 9/5 എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണേ, തെറ്റിപ്പോകരുത്, സമയവും കളയരുത് കേട്ടോ. അപ്പൊ 10ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? 10ന്റെ ഘടകങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക അല്ലെ. എന്നിട്ട് ആ 10നെ അങ്ങ് താഴേക്ക് എഴുതുക. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇതും PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 6ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത്? 6ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്ത്? ഒരു പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ 6ന്റെ ഘടകങ്ങൾ ആരൊക്കെയാ? 1 വരും, 2 വരും അല്ലേ, പിന്നെ 3 വരും, അതുപോലെ 6 വരും. ഇത്രേ ഉള്ളൂ. 1, 2, 3, 6 ശരിയല്ലേ? അപ്പൊ ഇവരുടെ വിൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ ഇവരെ അങ്ങ് കൂട്ടി എഴുതുക ആണേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ താഴേക്ക് 6നെ എഴുതുക. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഈ സംഖ്യകളെ ഒന്ന് കൂട്ടി എഴുതുക അല്ലെ. അപ്പൊ ഈ ഘടക സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാ? കണ്ടോ, ഇവിടെ 12 ആണ് വരിക. ഓക്കെ, അപ്പൊ 12 വന്നു കഴിഞ്ഞാലോ വേറൊന്നും ആലോചിക്കാനില്ല, എന്റെ താഴെ 6 ഇട്ട് കൊടുക്കുക. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. കണ്ടോ, ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക. മുകളിൽ നമ്മൾ എഴുതിയത് ആരെയായിരുന്നു? 10ന്റെ ഘടകങ്ങളായിരുന്നു. ഇവിടെ നമ്മൾ എഴുതിയ ആരായിരുന്നു? 6ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുകയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നല്ല ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സംഖ്യകളുടെ പ്രത്യേകത അനുസരിച്ച് ചെയ്യുന്നതാണ്. സംഖ്യകളുടെ അടിസ്ഥാന സ്വഭാവമാണ് എന്ത്? ഘടകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു സംഖ്യയുടെ ഘടകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഘടകങ്ങളുടെ എണ്ണത്തെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ? ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഘടകങ്ങളുടെ തുക എടുക്കുക. എന്ത് ചെയ്യുക? ഈ ഘടകങ്ങളുടെ തുക എഴുതുക. ഘടകങ്ങളുടെ തുക അതുപോലെ അങ്ങ് എഴുതുക. നമുക്ക് ഘടകങ്ങൾ ആരൊക്കെയെന്ന് അറിയാമെങ്കിൽ പിന്നെ തുക കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. എന്നിട്ട് ഇതിന്റെ താഴേക്ക് നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി? നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുള്ള സംഖ്യ ആരോ ആ സംഖ്യ അതുപോലെ എഴുതിയാൽ മതി. അപ്പൊ എന്ത് കിട്ടിക്കോളും? അതിന്റെ വിൽക്രമങ്ങളുടെ തുക കിട്ടിക്കോളും കേട്ടോ. ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക. അടുത്തൊരു ചോദ്യം, തന്നിട്ടുള്ളവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? 61, 71, 41, 91. ഇവയിൽ അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്? തന്നിരിക്കുന്ന എല്ലാ സംഖ്യകൾക്കും ഒരു സെയിം ലുക്ക് ഉണ്ടല്ലോ, എല്ലാവരും ഒന്നിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആരാണ് അഭാജ്യം അല്ലാത്തത് എന്ന് വെച്ചാൽ ഇവിടെ 61 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യയാണ്, 71 അഭാജ്യമാണ്, 41 അഭാജ്യമാണ്, പ്രൈം നമ്പർ ആണ്. എന്നാൽ ആ കൂട്ടത്തിൽ വരാത്തത് ആര്? 91. പ്രത്യേകം ശ്രദ്ധിച്ചോ കേട്ടോ. ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആ കൂട്ടത്തിൽ വരുന്നതാണ്. ഇപ്പോൾ 1ൽ അവസാനിക്കുന്ന സംഖ്യകളാണല്ലോ നമ്മളിപ്പോൾ അവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ ആരൊക്കെയെന്ന് ഓർത്തിരിക്കുക. 1ൽ അവസാനിക്കുന്ന ആദ്യത്തെ അഭാജ്യ സംഖ്യ 11 അല്ലെ. അത് കഴിഞ്ഞ് 21 വരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആരേ വരുള്ളൂ? 31. പിന്നെ വരുന്നത് 41, 51 അഭാജ്യ അല്ല കേട്ടോ. പിന്നെ ആരാ? 61 വരാറുണ്ട്, 71 വരാറുണ്ട് ഉണ്ടോ. ഇത്രയാണ് 1ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ, രണ്ടക്ക സംഖ്യകളിൽ ഓർത്തോട്ടാ. പിന്നെ വരുന്നത് അഭാജ്യ സംഖ്യകൾ നമ്മൾ എവിടെയാണ് നോട്ട് ചെയ്യാറുള്ളത്? 3ൽ അവസാനിക്കുന്ന സംഖ്യകൾ വരാറുണ്ട്. ആരൊക്കെയാ? 13 ഒരു അഭാജ്യ സംഖ്യയാണ്, 23 എന്ന് പറയുന്ന അഭാജ്യ സംഖ്യയാണ്, 33 വരാറില്ല, 43 വരാറുണ്ട് അല്ലെ. അതുപോലെ 53 വരാറുണ്ട്, 63 വരാറില്ല, 73 വരാറുണ്ട് അല്ലെ. പിന്നെ 83 ഒരു അഭാജ്യ സംഖ്യയായിട്ട് വരാറുണ്ട് അല്ലെ. 93 വരാറുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്? 3ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇതിന്റെ അഭാജ്യ സംഖ്യകൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ്? രണ്ടക്ക സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ഒരക്ക സംഖ്യകളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാ? 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. കണ്ടോ, ഇവര് ടേബിൾ ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. 1ൽ അവസാനിക്കുന്ന ആൾക്കാര് അല്ലെ, പിന്നെ 3ൽ അവസാനിക്കുന്ന ആൾക്കാര്. ഇനി അത് കഴിഞ്ഞിട്ട് ആര് വരും? 5ൽ അവസാനിക്കുന്ന ആൾക്കാർ വരാറുണ്ടോ? ഇല്ല. 5ൽ അവസാനിക്കുന്ന പിന്നെ ഒരു സംഖ്യ പോലും എന്ത് ചെയ്യാറില്ല? അഭാജ്യ സംഖ്യയായിട്ട് വരാറില്ല. പിന്നെ 7ൽ അവസാനിക്കുന്ന ആൾക്കാർ വരാറുണ്ട്. അതിൽ 17 അഭാജ്യ സംഖ്യയാണ്, 27 വരാറില്ല. 37 അഭാജ്യ സംഖ്യയാണ്, അതുപോലെ 47 അഭാജ്യ സംഖ്യയാണ്, 57 അഭാജ്യ സംഖ്യ അല്ല കേട്ടോ.
67 അഭാജ്യ സംഖ്യയാണ്, 77 അഭാജ്യ സംഖ്യ അല്ല, അല്ലെ? 87 അഭാജ്യ സംഖ്യയാണോ? അല്ല. 87 അഭാജ്യ സംഖ്യ അല്ല. പിന്നെ ആരാ? 97 എന്നത് അഭാജ്യ സംഖ്യയാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓർത്തിരിക്കാൻ പറ്റുന്നതാണേ? യെസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഭാജ്യ സംഖ്യകൾ എവിടെ പ്രതീക്ഷിക്കാം? 9ൽ അവസാനിക്കുന്ന ആൾക്കാരെ പ്രതീക്ഷിക്കാം, അല്ലെ? 9ൽ അവസാനിക്കുന്ന അഭാജ്യ സംഖ്യകൾ ആരൊക്കെയാ? 19 വരുന്നുണ്ട്, അല്ലെ? പിന്നെ ഒരു 29 വരുന്നുണ്ട്, 39 വരില്ല, 49 വരില്ല. പിന്നെ വരുന്ന 59 വരും, 69 വരില്ല, 79 വരുന്നുണ്ട്, പിന്നെ ആര് വരുന്നുണ്ട്? 89 വരുന്നുണ്ട്. കിട്ടിയോ? ഇങ്ങനെ അഭാജ്യ സംഖ്യകളുടെ ഒരു ടേബിൾ നമ്മുടെ മനസ്സിൽ തന്നെ രൂപപ്പെടുത്തിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഈ രണ്ടക്ക സംഖ്യകളിൽ നിന്ന് അഭാജ്യ സംഖ്യകളെയും ഭാജ്യ സംഖ്യകളെയും വേർതിരിച്ചെടുക്കാം, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 100 വരെ എഴുതുമ്പോൾ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടാവും? 100 വരെ എഴുതുമ്പോൾ 25 ഉണ്ടാവും. ഇപ്പൊ നമ്മൾ 100 വരെയുള്ള സംഖ്യകളാണ് അനലൈസ് ചെയ്തത്, അല്ലെ? അതിനകത്ത് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25 ആണല്ലോ. ശരിയാണോ നോക്കിയേ? നമ്മൾ കണ്ടുപിടിച്ച കറക്റ്റ് ആണോ നോക്കിയേ? നോക്ക്, ആദ്യത്തെ വരിയിൽ 4, അടുത്ത് പിന്നെ 4, പിന്നെ 4, പിന്നെ 4, 4. കണ്ടോ? എത്ര എണ്ണമായി? 20 വന്നു. പിന്നെ കണ്ടോ, ഈ സൈഡിൽ ആര് വന്നു? ഒരു 5 എണ്ണം വന്നു. അപ്പോ 25. അങ്ങനെയാണോ? അല്ല. ഇവരെല്ലാവരും ഒരക്ക സംഖ്യകൾ 4 പേരേ ഉള്ളൂ. അപ്പൊ 24. പിന്നെ അവസാനം നമ്മൾ ആ ഗ്രൂപ്പിൽ പെടുത്താതെ ഒരാളെ ഇട്ടിട്ടില്ലേ? അതും കൂടെ ചേരുമ്പം 25. ഇങ്ങനെ ഒരു ക്രമം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? അഭാജ്യ സംഖ്യകളെയും ഭാജ്യ സംഖ്യകളെയും കാണാതെ പഠിക്കണ്ട കേട്ടോ. 3ൽ അവസാനിക്കുന്നവർ, 1ൽ അവസാനിക്കുന്നവർ, 7ല്, 9ല്, പിന്നെ ഒരക്ക സംഖ്യകൾ മാത്രം വരുന്ന അഭാജ്യ സംഖ്യകൾ. അവരുടെ ഒരു ക്രമം ഒന്ന് രൂപപ്പെടുത്തി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. മറ്റൊരു ചോദ്യം, 7/5 ഇൻറ്റു 3/5 ഇൻറ്റു 11/5 എന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. വെറുതെ ഒരു സംഖ്യ മാത്രം തന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു പവർ തന്നിട്ട് അതിനകത്ത് എന്ത് ചോദിക്കാറുണ്ട്? ആ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ചെയ്യുന്ന അത്രയും എഫേർട്ട് ഇവിടെ ഇടേണ്ട കാര്യമില്ല. ഓക്കെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നമ്പറിന്റെ 5ാമത്തെ പവർ എന്ന് പറയുന്നത്, ഒരു നമ്പറിന്റെ ഏത് നമ്പർ പരിഗണിച്ചാലും അതിന്റെ 5ാമത്തെ പവർ എഴുതുമ്പോൾ അതേ നമ്പർ തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരിക. ഒരു സംശയവും വേണ്ട. പിടികിട്ടിയേ? നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോ 7 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 11 ഉണ്ട്. ഈ സംഖ്യകളുടെ ഏത് പവർ എടുക്കുന്നു? 5ാമത്തെ പവർ എടുക്കുകയാണ്. അതിന്റെ റീസൺ ഇതാണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 2നെ കുറിച്ച് പറയാം. 2 എന്ന് പറയുന്ന സംഖ്യ എങ്ങനെയാ? 2/1 ആരാ? 2 ആണ്, അല്ലെ? 2ന്റെ സ്ക്വയർ ആരാ? 4 ആണ്, അല്ലെ? 2ന്റെ ക്യൂബ് ആരാ? അത് 8 ആണ്, അല്ലെ? 2/4 എന്ന് പറയുന്ന ആരാ? 16 ആണ്, അല്ലെ? അതുപോലെ 2/5 എന്ന് പറയുന്നുണ്ടോ? 32 ആണ്. കണ്ടോ? ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്, അല്ലേ? അതെന്താ? നമ്മുടെ സംഖ്യ എന്തോ അത് തന്നെയാണ്. എന്നാൽ 5ാമത്തെ പൊസിഷനിൽ എത്തിയപ്പോൾ, അല്ലെങ്കിൽ 5ാമത്തെ പവറിൽ എത്തിയപ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് അതേ സംഖ്യ വരുന്നുണ്ടോ? ഇത് 2ലാണ്, അല്ലെ? ഇതുപോലെ തന്നെയാണ് ഏത് അക്കം എടുത്താലും, ഏത് ഡിജിറ്റ് എടുത്താലും 5ാമത്തെ പവർ വരുന്നത് അതേ സെയിം ഡിജിറ്റ് ആയിരിക്കും, അല്ലെ? അത് കഴിഞ്ഞ് എപ്പോഴാ അതുപോലെ വരാൻ സാധ്യത? 9ാമത്തെ പവർ. 4, 4, 4 വീതം കൂട്ടിയാൽ മതി. 1ാമത്തേതിൽ വരുന്നത് അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന എവിടെയായിരിക്കും? 5ാമത്തേതിലായിരിക്കും. 4 കൂട്ടി എഴുതിയാൽ മതി, അല്ലേ? പിന്നെ 2ാമത്തെ പവറിൽ കിട്ടുന്ന 4 ഇല്ലേ? ഇപ്പൊ 2ന്റെ കേസ് പറഞ്ഞ പോലെ 4 എവിടെയാ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് അടുത്ത് 6ാമത്തേതിലായിരിക്കും, അല്ലെ? അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 2/6 എത്രയാ? 2/6 എന്ന് പറയുന്നത് 64 അല്ലേ? 4 വന്നാണ്ടോ? പിടികിട്ടിയോ? ഇതുപോലെ തന്നെയാണ് എല്ലാ സംഖ്യകളിലും, അല്ലെ? എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. എന്താണ്? ഇപ്പൊ 5ൽ അവസാനിക്കുന്ന സംഖ്യകൾ, അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന സംഖ്യ, ഇവരുടെയൊക്കെ പവർ എത്ര തവണ എടുത്താലും ഏതിലെടുത്താലും അത് അവസാനിക്കുന്ന 5 തന്നെ ആയിരിക്കും. അപ്പൊ 6ൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഖ്യ, അതിന്റെ ഏത് പവർ എടുത്താലും അതിന്റെ ഒറ്റയുടെ സ്ഥാനം ആര് തന്നെ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. പിടികിട്ടിയോ? അപ്പോ ആ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകത എന്താ? 7/5ന്റെ ഒറ്റയുടെ സ്ഥാനം ഏത് തന്നെയാണ്? 7 തന്നെയാണ്. 3/5ന്റെ ഒറ്റയുടെ സ്ഥാനം ഏത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. 11/5ന്റെ ഒറ്റയുടെ സ്ഥാനം ഏത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനം നമുക്കിത് ഗുണിച്ചിട്ടങ്ങ് കണ്ടുപിടിച്ചാൽ മതി.
7 ഇൻറ്റു 3 ഇൻറ്റു 1. 7 3 21 ഇൻറ്റു 1 ഏത് തന്നെയാണ്? 21 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ 1 എന്ന് പറഞ്ഞാൽ മതിയാവും. ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കിട്ടിയോ? അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഓർക്കേണ്ട കാര്യം? ഏത് സംഖ്യയുടെ ആയാലും അഞ്ചാമത്തെ പവർ എടുത്താൽ, ഏത് സംഖ്യയുടെ ആയാലും അഞ്ചാമത്തെ പവർ എടുത്താൽ അത് ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്തോ അത് തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത്. അത് ഓർക്കുക. ഓക്കെ ആണേ? അപ്പൊ ഇവിടെ 7 വന്നു, അതുപോലെ 3 വന്നു, 1 വന്നു. ഇവരുടെ ഗുണനഫലം എടുക്കുമ്പം 7 ഇൻറ്റു 3 ഇൻറ്റു 1 എടുത്താൽ പോരെ? മതി. അപ്പൊ 7 ഇൻറ്റു 3 ഇൻറ്റു 1 എന്ന് വെച്ചാൽ ആരാണ്? 21 തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. അതാരാണ്? 1 ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതുപോലെ 5ഉം 6ഉം വന്നു അല്ലെ, അതുപോലെ 1ഉം വന്നു. അപ്പൊ 1, 5, 6 ഈ സംഖ്യകളിൽ അവസാനിക്കുന്നതോ ഈ സംഖ്യകളോ തന്നെ വന്നാൽ ഇതിന്റെ ഏത് പവർ എടുത്താലും ഒറ്റയുടെ സ്ഥാനം മാറില്ല. 1, 5, 6 കണ്ടോ? ഇവരുടെ ഒറ്റയുടെ സ്ഥാനം എത്ര തവണ പവർ മാറ്റിയെടുത്താലും ഇപ്പൊ 25/525 ഒറ്റയുടെ സ്ഥാനം ഏതാന്ന് വെച്ചാൽ 5 തന്നെയാണ്. അപ്പൊ 36/72 ഒറ്റയുടെ സ്ഥാനം ആര് തന്നെയാണ്? 6 തന്നെയാണ്. കണ്ടോ? ഇതിങ്ങനെ മാറാതെ തന്നെ പോകും. 6 6 × 6 36, 36 × 6 216 ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണേ? എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കട്ടെ. റെഡിയാണ്? അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഗ്രൂപ്പാണ് 4 9 അല്ലെ. 4 എന്ന് പറയുന്ന സംഖ്യയും 9 എന്ന് പറയുന്ന സംഖ്യയും. 4ന്റെ ഒന്നാമത്തെ പവർ 4 തന്നെയാണല്ലോ. അപ്പൊ 4 എന്ന് പറയുന്ന സംഖ്യ ഇതിന്റെ സ്ക്വയർ എടുത്താൽ എന്ത് സംഭവിക്കും? 16. 6ൽ അവസാനിക്കും അല്ലെ. ഓക്കെ. ഇനി 9 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 81 വരും. ശരിയല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് 4ന്റെ ക്യൂബിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 64 വരിക. പക്ഷേ ഒറ്റയുടെ സ്ഥാനം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇവിടെ വരുന്ന ഒറ്റയുടെ സ്ഥാനം 4 ആണല്ലോ. അതുപോലെ 4ന്റെ ക്യൂബിൽ ചെല്ലുമ്പോഴും ഒറ്റയുടെ സ്ഥാനം 4 അല്ലെ. 4/4ലേക്ക് ചെന്നാൽ ഇതെന്തായിട്ട് മാറും? ഒറ്റയുടെ സ്ഥാനം 6 ആയിട്ട് മാറും. പിടികിട്ടിയോ? ഈ രൂപത്തിൽ മാറാറുണ്ട്. 9ന്റെ കേസിലാണെങ്കിൽ 9/1 ഏത് തന്നെയാണ്? 9. 9/2 81 അല്ലെ. 9/3 എടുക്കുമ്പോൾ 1 × 9 ആണ് വരിക. 1 × 9 എന്ന് വെച്ചാൽ ആരാ? 9 തന്നെ വരും. അത് കഴിഞ്ഞ് 9/4 എടുക്കുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? 1. കണ്ടോ? ഇങ്ങനെ ഇതിന്റെ പവർ വരുന്നത് തന്നിട്ടുള്ള സംഖ്യയുടെ പവർ വരും. ഇപ്പൊ 4ന്റെ പവർ 1 വന്നാൽ 4 തന്നെ കിട്ടും. 9ന്റെ പവർ 1 ആണെങ്കിൽ 9. 4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 6. 9ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1. ഇങ്ങനെ രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എങ്ങനെയാ? തന്നിട്ടുള്ള സംഖ്യയുടെ 4ൽ അവസാനിക്കുന്നതോ 9ൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള ഏതൊരു സംഖ്യയുടെയും പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ, പവറിൽ വരുന്ന കൃതിയിൽ വരുന്ന സംഖ്യ ഒറ്റ സംഖ്യയാണെങ്കിൽ അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും. എന്നാൽ 4ന്റെ പവറിൽ എന്ത് വന്നാൽ, ഇരട്ട സംഖ്യ വന്നാൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനം എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 6 ആയിരിക്കും. എന്നാൽ 9ന്റെ പവറിൽ ഇരട്ട സംഖ്യ വന്നാലോ ഒറ്റയുടെ സ്ഥാനം ആരായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ആരൊക്കെയാ? 4ഉം 9. ഇനി ബാക്കി വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ഇനി നമ്മൾ പറയാത്ത ആൾക്കാർ ആരൊക്കെയാ? 2 3 അല്ലെ. 4ഉം 5ഉം 6ഉം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരാ? 7 8. ഇവരുടെ പ്രത്യേകത എന്താ അറിയോ? ഇവരെ നമുക്ക് ഇതുപോലെ രണ്ടെണ്ണത്തിലോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളതോ അങ്ങനെ ഒന്നും ഒതുക്കാൻ പറ്റില്ല. ഇപ്പൊ 2ന്റെ കേസ് നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 2ന്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ? 2 വരും, 4 വരും അല്ലെ. അത് കഴിഞ്ഞിട്ട് 4 × 2 8 വരും, 8 × 2 16. കണ്ടോ? ഇങ്ങനെയാണ് യൂണിറ്റ് ഡിജിറ്റ് വരിക. 4 എണ്ണം. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? ഇതേ 4 എണ്ണം റിപ്പീറ്റ് ചെയ്ത് പിന്നെയും താഴേക്ക് വരും അല്ലെ. 3ന്റെ കേസിലാണെങ്കിൽ 3/1 3, 3/2 അല്ലെങ്കിൽ 3 × 3 9, 9 × 3 27, 27 × 3 അല്ലെ. 7 × 3 എത്രയാ? 21 നമ്മൾ പറയാറില്ലേ. അപ്പൊ 1. കണ്ടോ? അപ്പൊ 3ന്റെ പവേഴ്സ് എടുക്കുമ്പോൾ ഈ 4 എണ്ണത്തിൽ 3 9 7 1 റിപ്പീറ്റ് ചെയ്ത് ഈ 4 എണ്ണം കഴിഞ്ഞാൽ പിന്നും എന്ത് ചെയ്യും? 3 9 7 1 റിപ്പീറ്റ് ചെയ്യും. കേട്ടോ? 4 എണ്ണം വീതം. ഈ 7ന്റെ കേസ് വരുമ്പോഴും അതുപോലെ. ആദ്യത്തേത് 7 തന്നെയാണ്. 7ന്റെ സ്ക്വയർ 7 × 7 ആര് വരുന്നുണ്ട്? 9 വരുന്നുണ്ട്.
9 ഇൻറ്റു 7 എത്ര വരും? 3 വരുന്നുണ്ട്. 3 ഇൻറ്റു 63 എൻ്റെ 3 മാത്രമേ എടുത്തുള്ളൂ. 3 ഇൻറ്റു 7 കണ്ടോ 21. ഓക്കെ ആണേ. ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. 7ന്റെ പവർ എടുക്കുമ്പോൾ 7/1 7. 7ന്റെ സ്ക്വയർ 49 ആണല്ലോ. അത് കഴിഞ്ഞ് ആരാ വരേണ്ടേ? 7 ഒരു തവണയും കൂടെ ഗുണിക്കുക. 9 7 63. അപ്പൊ 3 വന്നു. പിന്നെ 3 ഒരു തവണയും കൂടെ ഗുണിക്കുക. 3 ആരോട്? 7നോട്. 3 7 എത്ര കിട്ടും? 1. 21ന്റെ ആണ് 1. അത് കഴിഞ്ഞ് 8ന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തേത് 8 തന്നെയാണ്. അത് കഴിഞ്ഞ് 8ന്റെ സ്ക്വയർ എടുക്കും. 8 8 64 അല്ലെ? 4നോട് 8 ഗുണിക്കുക. 4 അല്ലെ? 4 എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4നോട് 8 ഗുണിക്കുക. 4 8 32. 2 എഴുതുക. 2നോട് 8 ഗുണിക്കുക. 2 ഇൻറ്റു 8 16. കണ്ടോ? ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഗ്രൂപ്പ് ചെയ്യാം. ഇവരുടെ പ്രത്യേകത 4 എണ്ണം വീതം വരുമ്പോഴേ റിപ്പീറ്റ് ചെയ്യാറുള്ളൂ. എന്നാൽ ഇവരുടെ 4ന്റെയും 9ന്റെയും പ്രത്യേകത എങ്ങനെയാ? 2 എണ്ണം വീതം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? എന്നാൽ 1 5 6 എന്നിവയിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഏതെടുത്താലും എന്താണ് പ്രത്യേകത? അവിടെ ഒരു നമ്പറും വേറെ വരുന്നില്ല. ഈ ഡിജിറ്റ് തന്നെയായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരിക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത ഇവിടെ വന്ന എല്ലാ സംഖ്യകളുടെയും പവർ എന്ന് പറയുന്നത്, ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളുടെ എല്ലാം പവർ എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? 5ാമത്തെ പവറിൽ ഏത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഏതാണോ തന്നിരിക്കുന്ന അക്കം അത് തന്നെയാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. യൂണിറ്റ് ഡിജിറ്റ് ഏത് സംഖ്യയാണോ തന്നിരിക്കുന്നത് ആ സെയിം ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ റിസൾട്ട് എഴുതിയത്. 7 3 1. 7നെയും 3നെയും 1നെയും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 21 കിട്ടും. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് ആരായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഒരു സംശയവും ഇല്ല. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വലതു ഭാഗത്ത് എത്ര പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRT ഫാക്ട് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? 100 വരെയുള്ള 1 മുതൽ 100 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളെയും ഗുണിച്ചു നോക്കുക. അവരുടെ വലതു ഭാഗത്ത് എത്ര പൂജ്യം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ? ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് ഗുണിച്ചെഴുതാനേ പറ്റില്ല അല്ലെ? നമ്മൾ ഗുണിച്ചെഴുതുമ്പോൾ ഒരു 5 വരെയൊക്കെ ഗുണിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ അങ്ങ് ക്ഷീണം അനുഭവപ്പെടും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ 100 എണ്ണൽ സംഖ്യകൾ തുടർച്ചയായിട്ടുള്ള 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ വലതു ഭാഗത്തെ പൂജ്യങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? അതിപ്പോ 100 ആയിക്കോട്ടെ, 200 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്നതിനകത്തുള്ള ഏറ്റവും വലിയ നമ്പർ 100 ആണല്ലോ. ആ 100 അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഓക്കെ ആണേ. 100ന്റെ താഴെ എന്ത് ചെയ്യുക? ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 100ന്റെ താഴെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഇതേ 100നെ തന്നെ എഴുതുക. എന്നിട്ട് അതിന്റെ താഴെ 5ന്റെ സ്ക്വയർ 5 തന്നെ എടുക്കുക. 5ന്റെ സ്ക്വയർ എഴുതുക. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഓക്കെ, അത് കഴിഞ്ഞ് ഇതേ 100ന്റെ താഴെ തന്നെ എന്തെഴുതി നോക്കുക? 5ന്റെ ക്യൂബ് എഴുതുക. 125. ഇത് ഡിവൈഡ് ചെയ്യാൻ സാധ്യമാണോ? 100നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കണ്ട കേട്ടോ. ഏതുവരെ എടുത്താൽ മതി? ഈ അവസാനത്തേത് വേണ്ട. ഈ 2 എണ്ണം മാത്രം എടുത്താൽ മതി. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 20 ആണല്ലോ. പിന്നെ ഈ കാണുന്ന 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100ൽ എത്ര 25 ഉണ്ട്? 4 എണ്ണം. അപ്പൊ 20ഉം 4ഉം എത്ര പൂജ്യങ്ങളാണ് അതിന്റെ വലതു ഭാഗത്തുള്ളത് എന്ന് വെച്ചാൽ 24. ഒരു സംശയവും വേണ്ട, കൂളായിട്ട് എഴുതിക്കോ കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഓർത്തിരിക്കും? ഇത്തരത്തിൽ സംഖ്യകൾ തന്നിട്ട് നമ്മളോട് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ പൂജ്യത്തിന്റെ എണ്ണം, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ വലതു ഭാഗത്തെ പൂജ്യങ്ങളുടെ എണ്ണം എത്ര, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ നമ്പറായ n എടുക്കുക. n-നെ ആദ്യം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതേ n-നെ തന്നെ 5ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ തുടർന്ന് പോവുക. n ഡിവൈഡഡ് ബൈ 5 ക്യൂബ്, n ഡിവൈഡഡ് ബൈ 5/4. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? തുടർന്ന് പോവാം. ഏതുവരെ നമുക്കത് ചെയ്യാൻ പറ്റുമോ അതുവരെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 വരെ, 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ എഴുതി ഗുണിക്കുമ്പോൾ അതിന്റെ വലതു ഭാഗത്ത് എത്ര പൂജ്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 1000 എഴുതുക. ഓക്കെ, 1000നെ എന്തോ ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ 1000നെ എന്ത് ചെയ്യുക? 5ന്റെ സ്ക്വയർ ആയ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടോ ഈ 1000നെ 5ന്റെ ക്യൂബായ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇതേ 1000നെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക?
ഇതിന്റെ 5/4 ആര് വരുന്നുണ്ട്? 625. കണ്ടോ? ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡെസിമൽ ഒന്നും എടുക്കണ്ട, പൂർണ്ണസംഖ്യ മാത്രം എടുത്താൽ മതി. ഇതിനകത്ത് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ദശാംശമോ ഭിന്നസംഖ്യയോ കിട്ടുകയാണെങ്കിൽ അത് എടുക്കണ്ട. 1000-നെ ആദ്യം നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1000-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 200 കിട്ടും. കണ്ടോ? 1000-നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ശരിയല്ലേ? അത് കഴിഞ്ഞ് 1000-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 കിട്ടും. അത് കഴിഞ്ഞ് 1000-നെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര എണ്ണേ ഉള്ളൂ? ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതിനകത്ത് വരുന്ന ദശാംശം ഒന്നും നമുക്ക് ആവശ്യമില്ല. കൂട്ടിയേ 200, 240, പിന്നെ 8, 48 ഒന്നും കൂടെ ചേർന്നു. അപ്പൊ അതിനകത്ത് എത്ര പൂജ്യങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ 249 പൂജ്യങ്ങൾ ഉണ്ടാവും. ഏത് വരെ? 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളെ എന്ത് ചെയ്താൽ ഗുണിച്ചെഴുതിയാൽ അതിന്റെ വലത് ഭാഗത്ത് കിട്ടുന്ന പൂജ്യങ്ങളുടെ എണ്ണം 249. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ? SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യമാണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. വരാനും സാധ്യത കൂടുതലാണ്. ഒരുപാട് പേര് ഇത് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് പല പരീക്ഷകളിലും ഇതിനു മുമ്പ് കാണാനും പറ്റിയിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, 4 × 5 × 6 × 7 + 1 എന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എത്രയാണ്? സ്ക്വയർ റൂട്ട്. 4, 5, 6, 7. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു എളുപ്പമാർഗം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ആ എളുപ്പമാർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 4, 5, 6, 7 ഈ സംഖ്യകളെ നമ്മളൊന്ന് ജസ്റ്റ് ഗുണിച്ചെഴുതിയാലോ? 4 × 5 20, 20 × 6 20-നെ 6 കൊണ്ട് ഗുണിക്കാം അല്ലേ? 120, 120 × എത്ര വരുന്നുണ്ട്? 7. അപ്പൊ എത്ര കിട്ടുന്നുണ്ട്? 840 എന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ? 840. ഈ സംഖ്യയോട് 1 ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് 841 എന്ന് കിട്ടും അല്ലേ? ഈ 841-ന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. 841 എന്ന സംഖ്യയുടെ റൂട്ട് എടുത്തെഴുതുമ്പോൾ നമുക്ക് എത്ര എന്ന് എഴുതാൻ പറ്റും? ഉറപ്പായിട്ടും 31 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് 29 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. പറ്റും. എങ്ങനെയാണെന്നറിയോ? അപ്പൊ 4 ഇല്ലേ, ആദ്യത്തെ സംഖ്യയായ 4 എടുക്കുക. ഇവിടെ ഗുണിച്ചെഴുതിയിരിക്കുന്നതിൽ അവസാനത്തെ സംഖ്യയായ 7 എടുക്കുക. 4 7 എത്ര കിട്ടുന്നേ? 4 7 28. 28-നോട് ഈ 1 ചേർത്ത് എഴുതിയാൽ മതി. ഇത് ആവശ്യമുള്ളൂ. അല്ലാതെ ഇവരെ മുഴുവൻ ഗുണിച്ചെഴുതാൻ നിൽക്കണ്ട. 4 7 28, 28-ഉം 1-ഉം 28 1 എത്രയാ? 29. അപ്പൊ അവിടുത്തെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഇവിടെ ഗുണിച്ചെഴുതാനുള്ള സമയം ലാഭിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളെ പലപ്പോഴും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇതേ ചോദ്യം തന്നെ കുറച്ചുകൂടെ വലിയ നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 4 5 6 7 എന്നതിന് പകരം നമുക്ക് വരികയാണ് 20 × 21 × 22 × 23. ഓക്കെ, ഇവരെ ഗുണിച്ച ശേഷം 1 കൂട്ടുന്നു. ഈ കിട്ടുന്ന റിസൾട്ടിന്റെ റൂട്ട് എത്ര? ഇത് ഗുണിച്ചിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് നടക്കുമോ? അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ടെക്നിക്ക് എന്താണെന്ന് നോക്കുക. ആദ്യത്തെ സംഖ്യ 20 എടുക്കുക, അവസാനത്തെ സംഖ്യ 23 എടുക്കുക. ഓക്കെ ആണല്ലോ? 4 സംഖ്യകളാണ്. 20 23 തമ്മിൽ ഗുണിക്കുക. 23-നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 46 എന്ന് കിട്ടും. ആണല്ലോ? ഓക്കെ, ഇവിടെ എന്തായാലും ഒരു 0 കൊടുക്കണമല്ലോ, വേണം. ഇതിനോട് 1 കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ ശരിക്കും ഏത് സംഖ്യയാണ് അവിടെ വരുന്നത് അല്ലെ? 461 എന്ന് പറയുന്ന സംഖ്യയാണ് ശരിക്കും അവിടെ സ്ക്വയർ റൂട്ടായിട്ട് വരുന്നത്. ഇവരെ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒരു വലിയ നമ്പർ ആയിരിക്കും കിട്ടുക അല്ലേ? എന്നിട്ട് അതിലേക്ക് 1 കൂട്ടിയിട്ടാണ് നമ്മൾ റൂട്ട് എടുത്ത് എഴുതുന്നത്. അപ്പൊ റൂട്ട് എടുത്ത് എഴുതുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്? അത്രയ്ക്കും തന്നെ വലിയ നമ്പർ കിട്ടുകയും ചെയ്യും. അപ്പൊ 461-ന്റെ സ്ക്വയേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിനെ കുറിച്ചോ നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല, വലിയ നമ്പറിന്റെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതൊരു വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇതെന്താണ്? 4 സംഖ്യകൾ, തുടർച്ചയായ സംഖ്യകൾ ABCD എന്നിരിക്കട്ടെ, അവരുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1-ാമത്തെയും 4-ാമത്തെയും സംഖ്യകളെ ഗുണിക്കുക. 1-ാമത്തെയും 4-ാമത്തെയും സംഖ്യകളെ പരസ്പരം ഗുണിച്ച ശേഷം എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അടുത്തൊരു ചോദ്യം, 12 × 175 എന്നതിൽ എത്ര ആയിരങ്ങളുണ്ട്? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കുക അല്ലേ, 12 × 175, 12-ലും 175-ലും ആയിരങ്ങളുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നും ഇല്ലടാ, ഈ 175-നെയും 12-നെയും ഗുണിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അതിനകത്തുള്ള ആയിരങ്ങളെ നോക്കുക. അല്ലാതെ ഇതിനകത്ത് ഷോർട്ട് കട്ട് ഒന്നും ഉപയോഗിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇങ്ങനെ ഗുണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സൗകര്യം കേട്ടോ.
ഇപ്പൊ 175 എന്ന് പറയുന്ന സംഖ്യയും 10ഉം തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? 1750 കിട്ടും. കണ്ടോ? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കും, ഇത് ഏകദേശം ഒരെണ്ണം എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് അല്ലെ? ഒരെണ്ണം എന്തായാലും ഇല്ല അല്ലെ? ഒരെണ്ണത്തിൽ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പൊ 1750 വന്നു, ഇതിന്റെ ഇരട്ടി അല്ലെ? ഇപ്പൊ 10 കൊണ്ട് ഗുണിച്ച പോലെ തന്നെ 2 കൊണ്ട് ഗുണിച്ചേ എത്ര കിട്ടും? 350 എന്ന് കിട്ടും. ശരിയല്ലേ? ഇവരെ കൂട്ടി എഴുതിയാൽ എന്ത് കിട്ടും? 1700ഉം 300ഉം തമ്മിൽ കൂട്ടിയാൽ തന്നെ 2000 കിട്ടും. ഇത് നമുക്ക് 2100 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ ഗുണനഫലം 2100 ആണ്. ഇതിൽ എത്ര ആയിരങ്ങളുണ്ട്? ആയിരങ്ങൾ എത്ര പേരാണ്? 2 പേരാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണേ? കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. യെസ്. അടുത്തൊരു ചോദ്യം, 3 അക്ക സംഖ്യകളിൽ 3ഉം ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം എത്ര? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സാംഖ്യകം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് പൊതുവെ ചോദിക്കുന്നത് കേട്ടോ. 3 അക്ക സംഖ്യകളിൽ 3 ഒരേ ഡിജിറ്റ് വരുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അത്തരം സംഖ്യകൾ ആരൊക്കെ, 2 അക്ക സംഖ്യകളിൽ ഒരുപോലത്തെ ഡിജിറ്റ് വരുന്നത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ 3 അക്ക സംഖ്യകളിൽ 3 ഒരേ അക്കം വരുന്ന സംഖ്യകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 3ഉം ഒരേ അക്കങ്ങൾ വരിക എന്ന് വെച്ചാൽ 111, 3 അക്ക സംഖ്യയാണല്ലോ. 222, 333 ഇത്തരത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഏതുവരെ വരുന്നുണ്ട്? 999. 111 മുതൽ 999 വരെയുള്ള 3 അക്ക സംഖ്യകളിൽ എല്ലായിടത്തും തന്നെ എന്ത് കാണുന്നുണ്ട്? 3 അക്കങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഖ്യകൾ എത്ര പേർ എന്ന് ചോദിച്ചാൽ എന്താണ്? 9. കേട്ടോ? നല്ലൊരു ചോദ്യമാണ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ വേറെ ഏതാണ്ടൊക്കെ ആലോചിച്ചത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു എന്നാണ്. 1 മുതൽ 100 വരെ എഴുതുന്ന സമയത്ത് നമ്മൾ 1 എന്ന് പറയുന്ന അക്കം അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എത്ര തവണ എഴുതിയാണ് നമ്മൾ ചെയ്യാറുള്ളത്? 1 മുതൽ 100 വരെ എഴുതുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 1, അത് കഴിഞ്ഞ് എവിടെ വരുന്നുണ്ട്? 1 10ൽ വരുന്നുണ്ട്, പിന്നെ 11ൽ വരുന്നുണ്ട്, 12ൽ വരുന്നുണ്ട്, 13ൽ വരുന്നുണ്ട്, 14ല്, അതുപോലെ 15ൽ വരും, 16ൽ വരും, 17ൽ വരും അല്ലെ? പിന്നെ 18ൽ വരും, പിന്നെ ഇവിടെ വരും 19ൽ വരും. കണ്ടോ? ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് എവിടെയാ? 21ലാണ് വരിക, പിന്നെ എവിടെയാ? 31ല്, പിന്നെ 41, 51, 61, 71, 81 അല്ലെ? 91, പിന്നെ എവിടെ വരുന്നുണ്ട്? 100ല്. കേട്ടോ? അപ്പൊ ഇത് എത്ര തവണ ആവർത്തിക്കും എന്നറിയാം. ഈ സംഖ്യകൾ എത്ര ഉണ്ടെന്ന് നോക്കിയേ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20. 20 സംഖ്യകളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? 1ന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല ഒരു സംഖ്യയിൽ 2 തവണ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 എത്ര തവണ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചാൽ പറയുക 21 തവണ ആവശ്യമുണ്ട്. 1ന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ. ഓക്കെ, എത്ര തവണ ആവശ്യമുണ്ട്? യെസ്, 21 തവണ. ഇതേ ചോദ്യത്തിൽ തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കാം? 0 എത്ര തവണ എന്ന് ചോദിക്കാം അല്ലെ? അതുപോലെ 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ അല്ലെ? ഇപ്പൊ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ എത്ര തവണ ആവർത്തിക്കുന്നു? അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന സംഖ്യ, 4 എന്ന് പറയുന്ന സംഖ്യ, അങ്ങനെ 9 വരെയുള്ള സംഖ്യകൾ, 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് വെച്ചാൽ ഒരൊറ്റ ഉത്തരം, ആൻസർ 20 തവണ. 1 എത്ര തവണ? 21, തെറ്റരുത്. 1 21 തവണ. 2 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും 20 തവണ. ഇനി 0 എത്ര തവണ? 0 ആണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാള് കേട്ടോ. അതെവിടേക്കാ വരിക? 10ൽ വരും, 20ൽ വരും, 30ൽ വരും, 40ൽ വരും. ഇങ്ങനെ എവിടെ വരെ വരുന്നുണ്ട്? 100 വരെ വരുന്നുണ്ട്. ഇവിടെയാണ് 0ത്തിന്റെ സാന്നിധ്യം ഉള്ളത്. അപ്പൊ 0 എത്ര തവണ വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് 10 തവണ എന്ന് എഴുതരുത്, 11 തവണ കേട്ടോ. എത്ര തവണ? 11. കാരണം 10 മുതൽ 90 വരെ എഴുതുമ്പോൾ ഓരോ തവണയും നമുക്ക് ആവശ്യമുള്ളൂ അല്ലെ? അങ്ങനെ 9, പിന്നെ 100 എഴുതുമ്പോൾ 2 തവണ, അങ്ങനെ മൊത്തം 11 തവണയാണ് 0ത്തിന്റെ സാന്നിധ്യം വരുന്നത്. ഓക്കെ ആണേ? ഇപ്പൊ 2 മുതൽ 9 വരെയുള്ള ആൾക്കാർ 20 തവണ, 1 മാത്രം 21 തവണ, 0 എത്ര തവണ? 11 തവണ. പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ, നമുക്ക് ആവശ്യമുള്ളതാണേ. ശരി, അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. n എന്ന സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 എന്ന് കിട്ടും. എന്നാൽ 2n എന്ന സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്.
n എന്ന് പറയുന്ന സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയത്തേയില്ല. n എന്ന് പറയുന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3 കിട്ടി. ഇവിടെ നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. 11 എന്ന് പറയുന്ന സംഖ്യ. 11നെ നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചാൽ എന്തേ കിട്ടത്തുള്ളൂ? ശിഷ്ടമായിട്ട് എന്തേ കിട്ടത്തുള്ളൂ? ഉറപ്പായിട്ടും 3 കിട്ടത്തുള്ളൂ. 11നെ നമ്മൾ ഏതുകൊണ്ട് ഹരിച്ചാൽ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശിഷ്ടം 3 എന്ന് കിട്ടും. ആണല്ലോ. എന്നാൽ ഇതിന്റെ ഇരട്ടിയായ ഇപ്പൊ n 2n എടുക്കുന്ന പോലെ 11ന്റെ ഇരട്ടി ആരാ? 22. 22നെ 4 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 2 എന്ന് എഴുതിയാൽ മതി. പിടികിട്ടിയോ? ഇതാണ് കഥ. 22നെ 4 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എല്ലാ സ്ഥലത്തും എക്സാമ്പിൾ എഴുതി ചെയ്യാൻ പറ്റുമോ? ഇല്ല. n എന്ന് പറയുന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്നു എങ്കിൽ 2n എന്ന് പറയുന്ന സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ n-ന്റെ ഇരട്ടിയാണല്ലോ 2n. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 അല്ലേ? അപ്പൊ n-ൽ നമുക്ക് 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2n ഇരട്ടിയിൽ എന്ത് കിട്ടും? 6 കിട്ടുമെന്നാ. പകരം നിങ്ങൾ ആലോചിക്കുക, 6നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കണ്ടേ? 6 എന്ന് പറയുന്നത് 4-നേക്കാൾ വലുതല്ലേ? അപ്പൊ 6നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്തേ കിട്ടുള്ളൂ? ശിഷ്ടം 2. അങ്ങനെ വേണം ഉത്തരം എഴുതാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഒരിക്കലും 3ന്റെ ഇരട്ടിയായ 6 എന്ന് പരിഗണിക്കരുത്. 6 എന്ന് പറയുന്ന സംഖ്യ പിന്നെ നമ്മൾ ഹരിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു. ശിഷ്ടം എത്രയാണ്? 2. കേട്ടോ, ഓർത്തോണേ, നല്ലൊരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, ഒരു സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തെ അക്കം x ആണ്. അതിന്റെ 3 ഇരട്ടിയാണ് 10ന്റെ സ്ഥാനത്തെ അക്കം. സംഖ്യ ഏത്? ഇത് നമുക്ക് ബീജഗണിതം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. പക്ഷെ ഇത് സംഖ്യകളുടെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സാംഖ്യികം എന്ന ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പൊ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ 1ന്റെ സ്ഥാനത്തെ അക്കം x എന്നെടുക്കുകയാണ്. 10ന്റെ സ്ഥാനത്തെ അക്കം എത്ര മടങ്ങാണ്? 3 മടങ്ങാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം x, 10ന്റെ സ്ഥാനത്തെ അക്കം 3 ഇരട്ടി. അപ്പൊ എങ്ങനെ എടുക്കാം? 3x. അപ്പൊ സംഖ്യ നമ്മൾ എങ്ങനെ എഴുതും? എക്സാമ്പിൾ 45 എന്ന് പറയുന്ന സംഖ്യ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 4 × 10 പ്ലസ് 5 × 1 എന്നല്ലേ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 5, 10ന്റെ സ്ഥാനത്തെ അക്കം 4. അപ്പൊ 4 × 10ഉം 5ഉം, അതിനെ നമുക്ക് 45 എന്ന് എഴുതാമല്ലോ അല്ലെ? ഇതുപോലെയാണ് 10ന്റെ സ്ഥാനത്ത് ആരാണ്? 3x ആണ്. ഒറ്റയുടെ സ്ഥാനത്ത് ആരാണ്? x ആണ്. 3x-നെ 10 കൊണ്ട് ഗുണിക്കുക. 3x-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 30x എന്ന് കിട്ടും അല്ലെ? ഇനി പറയുന്ന x-നെ 1 കൊണ്ട് ഗുണിക്കുക, എന്ത് കിട്ടും? x. കണ്ടോ? അപ്പൊ 3x-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 30x, പിന്നെ x-ഉം കൂടെ ചേർന്നാൽ എത്ര കിട്ടി? 30x പ്ലസ് പിന്നെ എന്താണ്? x. അപ്പൊ 31x എന്ന് പറയാം. അപ്പൊ സംഖ്യ ആരാണ്, അല്ലെങ്കിൽ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? 31x എന്ന് പറഞ്ഞാൽ മതി. 31x. ഓർത്തോ? ക്ലിയർ ആണേ? ഓക്കെ ആണേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമാണ് ഇത്. ഓൾജിബ്രയാണ്. ഓക്കെ. അടുത്തൊരു ചോദ്യം, 2 സംഖ്യകളുടെ തുക 8, അവയുടെ വിൽക്രമങ്ങളുടെ തുക 16 ആയാൽ അവയുടെ ഗുണനഫലം എന്ത്? 2 സംഖ്യകളുടെ തുക 8ഉം അവയുടെ വിൽക്രമങ്ങളുടെ തുക 16ഉം ആയാൽ അവയുടെ ഗുണനഫലം എന്ത്? ഇവിടെ സംഖ്യകളും അവയുടെ വിൽക്രമവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാണ്. സംഖ്യകൾ എയും ബിയും ആണെന്ന് വിചാരിക്കുക. സപ്പോസ് എ ബി എന്നിങ്ങനെ 2 സംഖ്യകളുണ്ട്. ഇവരുടെ വിൽക്രമം എന്ന് പറയുമ്പം 1/a-യും 1/b-യും അല്ലേ? ഇവർ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇവരുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ആണ് അല്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? എയും ബിയും കൂടെ ഗുണിച്ച് താഴെ എഴുതുക എ ബി. ഇനി എയും ബിയും കൂടെ കൂട്ടിയിട്ട് മുകളിൽ എഴുതുക a+b. കണ്ടോ? അപ്പൊ സംഖ്യകളുടെ തുക, സംഖ്യകളുടെ ഗുണനഫലം, സംഖ്യകളുടെ തുകയെ ഗുണനഫലം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? വിൽക്രമങ്ങളുടെ തുക കിട്ടും. ഓർത്തിരിക്കുക. ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അതിന്റെ വിൽക്രമം എടുക്കുക എന്ന് വെച്ചാൽ 1/, എടുത്താൽ മതിയാവും. മറ്റൊരു സംഖ്യ അതുപോലെ എടുക്കുന്നു, ഇവരെ തമ്മിൽ കൂട്ടുന്നു. 2 സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം അല്ലേ? ഇതിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? വിൽക്രമങ്ങളുടെ തുക തന്നിട്ടുണ്ട്, സംഖ്യകളുടെ തുകയും തന്നിട്ടുണ്ട്. ഗുണനഫലം കണ്ടുപിടിക്കുക ഈസി അല്ലേ? ഇതിനകത്ത് തന്നെ കൊടുത്താൽ മതിയടാ. ഇവരുടെ വിൽക്രമങ്ങളുടെ തുക എന്ന് പറയുന്നത് 16 അല്ലെ? ഈ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 8. ഇവരുടെ ഗുണനഫലം ആരാണ്? നമുക്കറിയില്ല. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഗുണനഫലം കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഈ 2 സംഖ്യകളുടെ ഗുണനഫലം കണ്ടുപിടിക്കാൻ എന്താ മാർഗം?
വേറെ കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യുക? സംഖ്യകളുടെ തുകയെ എന്ത് ചെയ്താൽ മതി? ഇവരുടെ വിൽക്രമങ്ങളുടെ തുക കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. സംഖ്യകളുടെ തുകയെ അവയുടെ വിൽക്രമങ്ങളുടെ തുക കൊണ്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. എന്ത് കിട്ടും? 1/2. കണ്ടോ? ഇതാണ് ഇവിടുത്തെ ആൻസർ. 2/1 ഇവിടുത്തെ ആൻസർ കേട്ടോ. അല്ലാതെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കും കേട്ടോ. അപ്പൊ സംഖ്യകൾ ആരൊക്കെയെന്ന് നമ്മളോട് ചോദിച്ചിട്ടേ ഇല്ല. സംഖ്യകളുടെ തുക 8 ആണെന്ന് തന്നിട്ടുണ്ട്. സംഖ്യകളുടെ തുക എന്താണ്? 8 ആണ്. അവരുടെ വിൽക്രമങ്ങളുടെ തുക എത്ര എന്ന് തന്നിട്ടുണ്ട്? 16 എന്ന് തന്നിട്ടുണ്ട്. അവയുടെ ഗുണനഫലം കാണാൻ എന്ത് ചെയ്താൽ മതി? വിൽക്രമങ്ങളുടെ തുകയെ എന്തുകൊണ്ട്? അവരുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണോ? അല്ല. അവരുടെ സംഖ്യകളുടെ തുക എന്തോ അതിനെ വിൽക്രമങ്ങളുടെ തുക കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ഏത് സംഖ്യ ആയാലും നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയാൽ പോരെ? അത്രേ ഉള്ളൂ. ഓർത്തിരിക്കാൻ. നല്ലൊരു ചോദ്യമാണേ. 2 സംഖ്യകളുടെ ഗുണനഫലം 120. അവയുടെ വർഗങ്ങളുടെ തുക 289. സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിക്കുക. 2 സംഖ്യകളുടെ എന്ത് തന്നിട്ടുണ്ട്? ഗുണനഫലം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നു? അവയുടെ വർഗങ്ങളുടെ തുക തന്നിട്ടുണ്ട്. എന്നാൽ സംഖ്യകളുടെ തുക എത്ര? ഇത് ശരിക്കും ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്താണ്. സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്? സംഖ്യകളുടെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് സാംഖ്യികം എന്നുള്ള രീതിയിൽ പരിഗണിച്ചാലും തെറ്റില്ല അല്ലെ. അപ്പൊ ഇവ 2 സംഖ്യകൾ എടുക്കുകയാണ്. ഇവരുടെ എന്തൊക്കെ അറിയാം? ഗുണനഫലം. ഇപ്പൊ സംഖ്യകൾ എയും ബിയും ആണെന്ന് ഇരിക്കട്ടെ. ഇവരുടെ ഗുണനഫലം AB. വർഗങ്ങളുടെ തുക എന്ന് വെച്ചാൽ A² + B² എന്നല്ലേ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. A + B കണ്ടുപിടിക്കണം. അപ്പൊ ഇവരെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയേ? A + B² ഈക്വൽ ടു എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? A² + B² + 2AB എന്ന് പഠിച്ചിട്ടുണ്ടോ? ഇതുപോലെ അവിടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. A + B² ഈക്വൽ ടു A² + B² + 2AB ആണല്ലോ. അത് അതുപോലെ കൊടുക്കാം അല്ലെ. ഇവിടെ നമുക്ക് എന്തറിയാം? വർഗങ്ങളുടെ തുക അറിയാം. വർഗങ്ങളുടെ തുക എത്രയാ? 289. ഗുണനഫലം എത്രയാ? 120. അപ്പൊ അതിന്റെ ഇരട്ടി വേണ്ടേ? 120 ഗുണനഫലം ആണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാ? 240. 240ഉം 289 നമ്മൾ കൂട്ടുക. ഇത് എത്ര കിട്ടും? 529 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഈ 529 എന്ന് പറയുന്ന ആരുടെ? A + Bയുടെ സ്ക്വയർ ആണ്. A + Bയുടെ സ്ക്വയർ ആണ് 529 അല്ലെ. അങ്ങനെയാണെങ്കിൽ A + B എന്തായിരിക്കുംടാ? 529ന്റെ റൂട്ട് എടുത്താൽ പോരെ? 529ന്റെ റൂട്ട് എടുത്തെഴുതുക. 529ന്റെ റൂട്ട് എത്രയാ? 23. ശ്രദ്ധിച്ചോ? നല്ല ചോദ്യം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരുടെ തുക അല്ലെങ്കിൽ സംഖ്യകളുടെ തുക എത്രയാന്ന് വെച്ചാൽ 23 എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയായിരുന്നു? 2 സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വർഗങ്ങളുടെ തുകയും തന്നിട്ടുണ്ടായിരുന്നു. സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? വർഗങ്ങളുടെ തുകയോട് ഗുണനഫലത്തിന്റെ ഇരട്ടി കൂട്ടുക. വർഗങ്ങളുടെ തുകയോട് ഗുണനഫലത്തിന്റെ ഇരട്ടി കൂട്ടുക. ഓക്കെ, എന്നിട്ട് റൂട്ട് എടുത്തെഴുതുക. മതി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗുണനഫലവും തന്നിട്ടുണ്ട്, വർഗങ്ങളുടെ തുകയും തന്നിട്ടുണ്ടെങ്കിൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്തുമാത്രം ചെയ്യുക? ജസ്റ്റ് അവിടെ ചെയ്യേണ്ട കാര്യം അത് വാല്യൂസ്. ഏതൊക്കെ വാല്യൂസ്? വർഗങ്ങളുടെ തുക അതുപോലെ എഴുതുക. എന്നിട്ടോ ഗുണനഫലത്തിന്റെ ഇരട്ടി അതിലേക്ക് കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 529. ഇതിന്റെ റൂട്ട് എടുത്തെഴുതിയാൽ മതിയാവും. ആൻസർ 23 കേട്ടോ. ഇത് ശരിക്കും ഐഡന്റിറ്റീസിന്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. പക്ഷെ സംഖ്യകളുടെ ഗുണനഫലം, തുക, വർഗങ്ങളുടെ തുക എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇതേ ചോദ്യം തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കാം? സംഖ്യകളുടെ തുക എന്നതിന് പകരം സംഖ്യകളുടെ വ്യത്യാസം ചോദിക്കാം. ഇവിടെ നിന്ന് നിങ്ങളോട് സംഖ്യകളുടെ വ്യത്യാസം ചോദിക്കാം അല്ലെ. അങ്ങനെ നിങ്ങളോട് സംഖ്യകളുടെ വ്യത്യാസമാണ്. ഇപ്പൊ A - B ആണ് ഇവിടെ ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ വർഗങ്ങളുടെ തുകയായ 289ൽ നിന്ന് ഏത് കുറയ്ക്കുക? ഈ ഗുണനഫലത്തിന്റെ ഇരട്ടിയായ 240 കുറയ്ക്കുക. എത്ര കിട്ടും? 49 എന്ന് കിട്ടും. എന്നിട്ട് ഈ 49ന്റെ റൂട്ട് എഴുതുക. A - B അല്ലെങ്കിൽ ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 49ന്റെ റൂട്ട് 7 എന്നെടുത്ത് എഴുതുക. ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പൊ ഇവരുടെ തുക എന്ന് പറയുന്നത് 23 എടുത്ത പോലെ തന്നെ ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് 7 എന്ന് എഴുതുക.
ഇവിടെ നമ്മളോട് സംഖ്യ ചോദിച്ചാൽ പോലെ എഴുതാൻ പറ്റും. എങ്ങനെയാ? 23 7 കൂടെ കൂട്ടുക. എത്രയായി? 30. 30ന്റെ പകുതി 15. ഇനി 23 7 കുറയ്ക്കുക. എത്ര കിട്ടും? 16. 16ന്റെ പകുതി 8. അപ്പൊ സംഖ്യകൾ ആരൊക്കെയാന്ന് വെച്ചാൽ 15 കിട്ടുക. 15ന്റെ സ്ക്വയറും 8ന്റെ സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 289 കിട്ടുന്നുണ്ടോ? അങ്ങനെ നോക്കൂ. ആണ്. ശരിയല്ലേ? അങ്ങനെ നമുക്ക് സംഖ്യകളെ വേണമെങ്കിലും ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് കരുതിയിരിക്കണേ. നല്ല ചോദ്യമാണ്. റെഡിയാണേ? ഇത് ചെയ്ത ചോദ്യങ്ങളെല്ലാം സെറ്റാണേ? ക്ലിയർ ആണേ? അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ, വളരെ കുറച്ച് ചോദ്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ ചോദ്യങ്ങളുടെ മാതൃകയിലായിരിക്കും നമുക്ക് സാംഖ്യികം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക കേട്ടോ. ഇതുപോലെ സെയിം ചോദ്യങ്ങൾ വരും എന്നല്ല, അല്ലെ? ഈ മാതൃകയിലുള്ള ചോദ്യങ്ങൾ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പൊതുവെ വരാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത്തരം ചോദ്യങ്ങളെ ഒന്ന് കരുതിയിരിക്കുക. അപ്പോൾ ഈ പാറ്റേണിലുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാം, ഒരു ക്വിസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതൊന്ന് ചെയ്ത് പരിശീലിക്കുക. ആ ചോദ്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പം മറ്റൊരു ടോപ്പിക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.